ചത്തുടങ്ങിയാലും ആരുടെയൊക്കെ അത്താണി നഷ്ടപ്പെട്ടാലും ഞാൻ എന്റെ ട്രാക്കിൽ തന്നെ, അതിന്റെ അർത്ഥം ഞാൻ പഴയ ട്രാക്കിൽ തന്നെ ഞാൻ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത് അത് തന്നെ ഞാൻ ഇനിയും ചെയ്യുന്നു എന്നുള്ളതാണ് വെല്ലുവിളിയാണ്. മനസ്സിലായോ? ഞാൻ ഇനിയും ബസ്സിൽ കയറും, ഞാൻ ഇതും ഷൂട്ട് ചെയ്യും, ഞാൻ ഇനിയും. നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹർദ്ദമായ സ്വാഗതം. ഷിംജിത മുസ്തഫ മറന്നുപോയോ നിങ്ങൾ? തിരിച്ചെത്തിയിട്ടുണ്ട്. ശവന്തീനി, ഒരു പാവം മനുഷ്യനെ കൊന്നു തിന്നവൾ ഷിംജിത. ബസ് ഓർമ്മയുണ്ടോ? ദീപകിനൊക്കെ ഓർമ്മയുണ്ടാവും, കുറച്ചു കാലം ആയുള്ളൂ. ആ ശവന്തീനി ഇപ്പോ ജാമ്യം കിട്ടിയിട്ടുണ്ട്, തിരിച്ചെത്തിയിട്ടുണ്ട്. തിരിച്ചെത്തിയെന്ന് മാത്രമല്ല, പൂർവാധികം ശക്തിയോടുകൂടി വെല്ലുവിളിച്ചുകൊണ്ടാണ് എത്തിയിരിക്കുന്നത്. ഫേസ്ബുക്ക് പോസ്റ്റ് വഴി ഞാൻ തിരിച്ചെത്തിയിട്ടുണ്ട്, ഞാൻ എന്താണോ ചെയ്തുകൊണ്ടിരുന്നത് ഞാൻ അത് ഇനിയും തുടരും എന്ന് പറഞ്ഞുകൊണ്ട് ഷിംജിത എത്തിയിരിക്കുകയാണ്. ഒരു കൂസലുമില്ലാതെ അടിപൊളി കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് കാലുമേ കാലിട്ട് ഒരു മനുഷ്യനെ കൊന്നതാണെന്ന് മനസ്സിലാക്കണം. ഒരു പാവം മനുഷ്യനെ എന്ത് ചെയ്തു? കൊന്നു തിന്നതാണ്. എന്നിട്ട് ഒരു കൂസലുമില്ല, ഒരു പശ്ചാത്താപമോ ഒന്നുമില്ല. വളരെ കൂളായിട്ട് ഇതൊക്കെ എന്ത്, ഞാൻ ഇനിയും ചെയ്യും, ഞാൻ ഇനിയും ബസ്സിലോട്ട് പോകും, ഞാൻ ഇനി ഈ വേല ചെയ്യുമെന്ന് നിയമത്തെ വരെ അല്ല നമ്മളെല്ലാവരും വെല്ലുവിളിച്ചുകൊണ്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ഷിംജിതയെ കുറിച്ച് പറയുന്നത്, ഈ ലാസ്റ്റ് ജനുവരി 16-ാം തീയതിയാണ് ഷിംജിതയുടെ ആ വൈറൽ വീഡിയോ പുറത്തു വരുന്നത്. മറ്റൊന്നുമല്ല, ബസ്സിനകത്ത് വെച്ച് തന്നെ ആരോ മനഃപൂർവ്വം കയറി പിടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വൈറലാകാൻ വേണ്ടി ഷിംജിത പുറത്തുവിട്ട വീഡിയോ. ആ വീഡിയോക്കകത്ത് വളരെ കൃത്യമായിട്ട് മനസ്സിലാകുന്നുണ്ട് ഇത് വൈറലാകാൻ വേണ്ടിയിട്ട് എവള് മനഃപൂർവ്വം എടുത്തതാണ്, എവിടാണ് അങ്ങോട്ട് പോയി ഇടിക്കുന്നതെന്നൊക്കെ വളരെ കൃത്യമായിട്ട് നമ്മൾ ഒരുപാട് വീഡിയോസ് ഇതിനെ ചൊല്ലി ഇട്ടിട്ടുണ്ട്. അതിനുശേഷം ഈ പറയുന്ന ദീപക് എന്ന് പറയുന്ന ആള് ജനുവരി 18-ാം തീയതി ആത്മഹത്യ ചെയ്യുന്നു. മനംനൊന്ത് ആത്മഹത്യ ചെയ്യുന്നു. ജനുവരി 21-ാം തീയതി എന്ത് ചെയ്യുന്നു? ഇവിടെ ഒളിവിൽ പോകുന്നു. ജനുവരി 21-ാം തീയതി ഇവിടെ അറസ്റ്റ് ചെയ്യുന്നു. അതെ, ഷിംജിതയെ അറസ്റ്റ് ചെയ്യുന്നു. 19 ദിവസത്തെ ജുഡീഷ്യൽ കസ്റ്റഡിക്ക് ശേഷം ഫെബ്രുവരി 11-ാം തീയതി ഇവൾക്ക് ബെയില് കിട്ടുന്നു. ഇതാണ് ഇവരുടെ ഇതുവരെയുള്ള ചരിത്രം. ഇവൾക്ക് ബെയില് കിട്ടുന്നു എന്നുള്ളതാണ്. എന്നിട്ട് കുറച്ചു നാള് ഒരു അനക്കവും ഇല്ലായിരുന്നു. ഈ ബെയില് കിട്ടിയ ഒരു വാർത്ത ഇവിടെ വെക്കാം, അതിനുശേഷം ഇവരുടെ പോസ്റ്റ് നമുക്ക് കാണാം. നമ്മൾ ഫയൽ ചെയ്ത ആപ്ലിക്കേഷനിൽ ജാമ്യാപേക്ഷയിൽ ഇപ്പം ബഹുമാനപ്പെട്ട ജില്ലാ കോടതി ഷിംജിതയ്ക്ക് ജാമ്യം അനുവദിച്ചിരിക്കുകയാണ്. എല്ലാ സെക്കൻഡ് ആൻഡ് ഫോർത്ത് ഫ്രൈഡേ 10 മണിക്കും 11 മണിക്കും ഇടയിൽ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറുടെ മുന്നിൽ പോയിട്ട് ഒപ്പുവെക്കണം എന്നുള്ളതാണ് ഉപാധി. മറ്റുപാധികളൊന്നുമില്ല. പിന്നെ 2 ആൾജാമ്യത്തിൽ വിടണം എന്നുള്ളൊരു ഉപാധി കൂടിയുണ്ട്. വേറെ ഫെബ്രുവരി 11-ാം തീയതി അവർക്ക് ജാമ്യം കിട്ടും. ഒരു ഉപാധിയില്ല, ആഴ്ച 2 ദിവസം പോയി ഒപ്പിടണമെന്ന് എന്നേ ഉള്ളൂ. വേറെ ഒരു ഉപാധിയില്ല. നിനക്ക് വേണമെങ്കിൽ ഇനിയും ബസ്സിൽ കയറാം, ഇനിയും ഈ പറയുന്ന പോലെ വീഡിയോസ് ഇടാം, ഈ പറഞ്ഞതുപോലെ ഇത് മറ്റുള്ളവരുടെ ജീവൻ ഇനിയും നിനക്ക് എന്ത് ചെയ്യാം, ജീവൻ എടുക്കാം. നിനക്ക് വേണമെങ്കിൽ ഇത് ഇവരെന്നെ പറയുന്നത് വേണമെങ്കിൽ ഗൾഫിൽ വരെ പോകാം, വിദേശത്ത് വരെ പോകാം. വിദേശത്ത് പോകാൻ എങ്ങനെ ആഴ്ച 2 ദിവസം ചിലപ്പോൾ പോയി 2 ദിവസം ടൂറൊക്കെ പോയിട്ട് വന്ന് ഒപ്പിടുക, വീണ്ടും പോവുക. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ നിയമവ്യവസ്ഥയൊക്കെ, ഇത്രയേ ഉള്ളൂ. ബാക്കിയൊക്കെ കേസൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇനിയാണ് നമ്മുടെ ഷിംജിത ഒരു 3 ദിവസം മുമ്പ് അവളുടെ ഫേസ്ബുക്ക് പേജിൽ പോസ്റ്റ് ചെയ്ത ആ ഒരു സംഭവം ഞാനൊന്ന് വായിക്കാം. മനസ്സിലായോ? ആ സംഭവം ഞാനൊന്ന് വായിക്കാം. ഇങ്ങനെയാണ്. ഷിംജിത, ഇടയ്ക്കൊക്കെ ചില റിപ്പോർട്ട് ലവേഴ്സ് കാരണമായി ചെറിയ ബ്രേക്സ് കിട്ടാറുണ്ട്. റിപ്പോർട്ട് ലവേഴ്സ്, എനിക്കൊന്ന് മനസ്സിലായില്ല. എനിക്കൊന്ന് ഈ പറയുന്ന റിപ്പോർട്ട് ചെയ്യുന്നവരെയാണോ അതെനിക്ക് മനസ്സിലായി. റിപ്പോർട്ട് ലവേഴ്സ് കാരണമായി ചിലക്കൊക്കെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ എനിക്ക് എതിരായിട്ട് ചില ന്യൂസുകൾ വരും, അങ്ങനെ ആയിരിക്കും. ചിലർ റിപ്പോർട്ട് ചെയ്യും, അവർ കാരണം എനിക്ക് കുറച്ച് ബ്രേക്ക് കിട്ടാറുണ്ട് എന്നുള്ളതാണ്. ഇത്ര അഹങ്കാരമാണെന്ന് നോക്കണം അതിനകത്ത്. ബാക്കി കഥയിൽ ചെറിയ ട്വിസ്റ്റ് ഉണ്ടാകും. ഇനി വരാൻ പോകുന്ന കഥയിൽ ചെറിയ ട്വിസ്റ്റ് ഉണ്ടാകും. ചിലർക്ക് ഇഷ്ടപ്പെട്ടേക്കാം, ചിലർക്ക് അല്ല എന്ന് പറഞ്ഞൊരു കൊണച്ച കിണിച്ചിട്ടിട്ടുണ്ട്. ഒരു വീട്ടിന്റെ അത്താണിയെ കൊന്നതിന് ശേഷമാണ്, അതിനുള്ള ബെയിലെടുത്തിട്ട് പുറത്തു വന്നതിന് ശേഷമാണ് എവിടെ ഈ ചിരി. ഒരു പശ്ചാത്താപവും ഇല്ല കേട്ടോ. കാരണം എങ്ങനെയാണ് അറിയാതെയൊക്കെ ചെയ്തു പോകുന്നതിന് പശ്ചാത്താപം ഉണ്ടാകാം. ഇത് അറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വം ചെയ്ത് ഇതെന്ന് ഇത്രയേ വരത്തുള്ളൂ. നമ്മുടെ നിയമവ്യവസ്ഥ അനുസരിച്ച് ഇത്രയേ വരത്തുള്ളൂ, നമുക്കറിയാം എന്നുള്ളതാണ്. പക്ഷേ ഞാൻ എന്റെ ട്രാക്കിൽ തന്നെ ബാക്ക് ആസ് ആൾവേസ്. എന്തൊക്കെ സംഭവിച്ചാലും, ആരൊക്കെ ചത്തുടങ്ങിയാലും, ആരുടെയൊക്കെ അത്താണി നഷ്ടപ്പെട്ടാലും ഞാൻ എന്റെ ട്രാക്കിൽ തന്നെ, അതിന്റെ അർത്ഥം ഞാൻ പഴയ ട്രാക്കിൽ തന്നെ ഞാൻ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത് അത് തന്നെ ഞാൻ ഇനിയും ചെയ്യുന്നു എന്നുള്ളതാണ് വെല്ലുവിളിയാണ്. മനസ്സിലായോ? ഞാൻ ഇനിയും ബസ്സിൽ കയറും, ഞാൻ ഇതും ഷൂട്ട് ചെയ്യും, ഞാൻ ഇനിയും പോസ്റ്റ് ചെയ്യും എന്നുള്ള വെല്ലുവിളിയാണ് എന്നുള്ളതാണ്. വെരി ഗുഡ്. പിന്നീട് ബിറ്റ്വീൻ ദിസ് പെയിന്റഡ് വാൾ ഓഫ് വടകര ഐ സാറ്റ് സ്റ്റിൽ എന്ന് വെച്ചാൽ ഇവിടെ ഒരു ഫോട്ടോ കൊടുത്തിരിക്കുന്നുണ്ടാവും.
വടകരയിലെ പെയിന്റഡ് വാളിന്റെ അടുത്ത് ഞാൻ വളരെ വളരെ കൂളായിട്ട് ഞാൻ ഇങ്ങനെ ചിരിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതാ കണ്ട കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് താടിയിൽ കൈയൊക്കെ കൊടുത്ത് ഒരു കുരുവില്ല അവള്. അമ്മയാണ്, അവൾക്ക് ഒരു കുരുവില്ല. അവള് സുഖമായിട്ട് അവിടെ വന്ന് ഒരുത്തനെ കൊന്നു കൊല പിടിച്ച് തിന്നിട്ട് അവൻ അവിടെ വന്ന് എന്ത് ചെയ്യുന്നുണ്ട്, സുഖമായിട്ട് അവൻ അവിടെ നിൽക്കുന്നു. ഇത്രയേ ഉള്ളൂ. മരിച്ചവൻ മരിച്ചു, നഷ്ടപ്പെട്ടവർക്ക് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. പക്ഷെ അതിന്റെ പുറത്തൂടെ ഈ വെല്ലുവിളിയും കൂടി ആകുമ്പോൾ നമ്മൾ എങ്ങനെ കേട്ടുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. അതിന്റെ പുറത്തൂടെ വെല്ലുവിളിയാണ്. പക്ഷെ ഈ വെല്ലുവിളിക്ക് നല്ല രീതിയിൽ, സത്യം പറഞ്ഞാൽ നല്ല രീതിയിൽ ആൾക്കാർ കൊടുത്തിട്ടുണ്ട്. അത് കേൾക്കുമ്പോൾ സത്യം പറഞ്ഞ ഒരു മനസ്സിനൊരു സമാധാനമുണ്ട്. നമുക്ക് ആ ഒരു താഴെ വന്ന കമന്റുകളും കൂടി നമുക്കൊന്ന് നോക്കാം. ഓക്കെ, കമന്റുകൾ ഇതാ. ഇതിനകത്തും സപ്പോർട്ട് ചെയ്യുന്നവർ കുറെ ഉണ്ട്. അതിപ്പോ എവിടെയെങ്കിലും ഉണ്ടാവുമല്ലോ. കഥയിലല്ല, ഒരാളുടെ ജീവിതത്തിലാണ് നീ ട്വിസ്റ്റ് ഉണ്ടാക്കിയത്. ഒരാളെ അപ്പാടെ പരലോകത്തേക്ക് അയച്ചു. പിന്നെ നിനക്ക് ബ്രേക്കും സ്റ്റാർട്ടപ്പും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് നിന്റെ ജീവിത വിനോദങ്ങളാകാം. ബട്ട് രണ്ട് മാതാപിതാക്കളുടെ ജീവന് ഫോറവർ ബ്രേക്കപ്പ് നൽകിയ ക്രെഡിറ്റും നിനക്കിരിക്കട്ടെ. മനസ്സിലായി? രണ്ട് മാതാക്കൾ, ഒരു അച്ഛൻ, പാവപ്പെട്ട ഒരു അച്ഛനും വയസ്സായ ഒരു അമ്മയും അച്ഛനും മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. അതിന്റെ മോളെ ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരു കുളിരിട്ടിട്ടുണ്ട്. ഇന്ന് ഏത് റൂട്ടിലാണ് ഏത് റൂട്ടിലെ ബസ്സിലാണ് ടൈം എന്നൊരാൾ ചോദിച്ചിട്ടുണ്ട്. ബസ്സിൽ കയറുന്ന സമയം മുൻകൂട്ടി പോസ്റ്റ് ചെയ്ത ചെറുപ്പക്കാർക്ക് ഉപകാരപ്പെടമായിരിക്കും. മനസ്സിലായോ? അടുത്ത്, ഇന്ന് എത്ര പേരെ കൊന്ന് നല്ലൊരു തെറി കൊടുത്തിട്ടുണ്ട്. അതൊക്കെ സംബന്ധിച്ച് പക്ഷെ ദയവ് ചെയ്ത് ഇനി ബസ്സിൽ കയറരുത് എന്ന് പറഞ്ഞുകൊണ്ടുള്ളൊരിത്. ഇതുവരെ 14 പാവാടകൾ ലവ് വാരി വിതറിയിട്ടുണ്ട്. കുറെ എണ്ണം. ഇത് അവളിട്ട പോസ്റ്റിന് പിന്നീട് എന്താണ് ലവ് അടിച്ചവന്മാരാണ്. മനസ്സിലായോ? അങ്ങനെ ഉണ്ട് കുറെ എണ്ണം. അടുത്ത, ഒരാളെ കൊന്നിട്ട് ഇങ്ങനെ പുറത്തിറങ്ങി നടക്കുവാനും വേണം ഒരു പവർ എന്ന് പറഞ്ഞിട്ട് ഒരു ഇത് ഉണ്ടാവും. അതിന് വേണം ഒരു പവർ എന്ന് പറയണ ലവ്, പുറത്തെ ലവ് കൊടുത്തിങ്ങനെ. എന്നാലും നീ കാരണം ഒരാളുടെ ജീവൻ പെട്ടെന്ന് കണ്ടപ്പോ കോടതിയാണെന്ന് കരുതി സംശയിക്കാതിരിക്കില്ലല്ലോ. അങ്ങനെയുള്ള പ്രവൃത്തിയല്ലേ ചെയ്ത്. നിന്റെയൊക്കെ തൊലിക്കട്ടി പെട്ടെന്ന് കണ്ടപ്പോൾ വീണ്ടും ജയിലിലേക്ക് പോയോ എന്ന് തോന്നി. ഏത് ജയിലിന്റെ മൂട്ടിലാണ് ഇരിക്കുന്നത്? ജയിലെന്നല്ലേ അവളെയൊക്കെ വെറുതെ വിട്ട് വെളിയിറങ്ങിയപ്പോൾ ഒരുപാടൊക്കെ ടെസ്റ്റ് ഉണ്ടാക്കല്ലേ എന്ന് പറഞ്ഞ് അറിഞ്ഞിടത്തോളം എന്റെ ട്രാക്ക് ശരിയല്ല. ബട്ട് ജയിൽ എന്തായാലും ആൾക്കാർക്കൊന്നും മനസ്സിലായി. അവൾക്ക് ബെയിൽ കിട്ടിയിടെ, അവൾക്ക് ജാമ്യം എല്ലാം കിട്ടി. മനസ്സിലായോ? അല്ല, ഡാഷ് കൊണ്ട് കൊലപാതകം നടത്തിയവൾ എന്ന് പറഞ്ഞുകൊണ്ട് മുല കൊണ്ട് ആണിനെ കൊന്നവൾ നീ അനുഭവിക്കാതെ പോവില്ല. ഇതൊക്കെ കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കൊരു സമാധാനമാണ്. അന്ന് പോലീസ് പിടിച്ചപ്പോ ഇട്ട പർദ്ദ എവിടെ? ഇപ്പൊ പർദ്ദയൊന്നും വേണ്ട. അന്ന് പോലീസ് പിടിച്ചപ്പോഴുള്ള പർദ്ദയില്ല. അപ്പോഴേ അന്ന് തൊട്ടേ ഇവൾക്കൊരു തന്റെ ഇടം ഓടി ഒന്നും വേണ്ട. ജയിലിൽ ജീവിതത്തെ കുറിച്ച് ഒരു റീൽ ചെയ്യൂ ഡാഷ് താത്ത കൊള്ളല്ലേ. ജയിൽ ജീവിതത്തെ കുറിച്ചൊരു പിന്നീട് വീഡിയോ ചെയ്യാനാണ് പറയുന്നത്. പാവം മനുഷ്യനെ കൊന്നിട്ട് വീട്ടുകാരെ അനാഥരായിട്ട് ചിരിക്കുന്നു. ആ പാവം അമ്മയുടെയും അച്ഛന്റെയും ക്ഷാമം ഭൂമി ലോകത്ത് തന്നെ അനുവദിക്കും. അത് തീർച്ച. അഹങ്കാരികൾ കൂടുതൽ കാലം അഹങ്കരിക്കില്ല. അങ്ങനെ പറഞ്ഞുകൊണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലോഡ് തെറി ഇതിനകത്ത് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. കുറെ പേര് സപ്പോർട്ട് ചെയ്യാനുമുണ്ട്, കുറെ പേര് തെറി കൊടുക്കാനൊക്കെ ഉണ്ട്. എന്തായാലും ഞാൻ പറഞ്ഞു വരുന്നത് മറ്റൊന്നും കൊണ്ടല്ല, ഇത്രയും വലിയൊരു ഉടലക്കം ഉണ്ടായ ഒരു സ്റ്റോറിയാണ്. ഒരുപാട് അമ്മമാർ കരഞ്ഞ ഒരു സംഭവമായിരുന്നു. ഒരുപാട് കോളിളക്കങ്ങൾ സൃഷ്ടിച്ച സംഭവമായിരുന്നു. അതിന്റെ പ്രതിയാണ് ഈ ഷിംജിത. ഒരാളെ കൊന്ന പ്രതിയാണ്. എന്താണ് ബസ്സിൽ വെച്ചിട്ട് എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ വീഡിയോ എടുത്ത് പ്രചരിപ്പിക്കുകയും അതിനകത്ത് ചിരിച്ചുകൊണ്ട് മുട്ടട എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം മാരകം കൊണ്ട് അന്യപുരുഷന്റെ കയ്യിൽ മുട്ടിക്കാൻ പാകത്തിന് കൊണ്ടുവയ്ക്കുകയും അത് ഷൂട്ട് ചെയ്യുകയും അവസാനം അതെന്നെ മനഃപൂർവ്വമായി എന്നെ ചെയ്തതാണ് എന്ന് പറഞ്ഞുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ ഇത് പ്രചരിപ്പിക്കുകയും ചെയ്ത് അവസാനം മാനം കെട്ട് എന്ത് ചെയ്തു, നാണക്കേട് സഹിക്കാനാവാതെ ആ ഒരു പാവം ചെറുപ്പക്കാരൻ തന്റെ ജീവൻ എടുക്കുകയൊക്കെ ചെയ്തു. ഒരു അച്ഛനും ഒരു അമ്മയ്ക്കും തുണയില്ലാതെയായി. അവരുടെ ആകെ അത്താണിയായിരുന്നു ഈ പറയുന്ന ദീപക്. അതൊക്കെ ശേഷം ഇവനെ ജയിലിലടയ്ക്കുന്നു. ഇവർക്ക് ജാമ്യം കിട്ടുന്നു. 19 ദിവസത്തെ ജുഡീഷ്യൽ കസ്റ്റഡിക്ക് ശേഷം ഇവർക്ക് ജാമ്യം കിട്ടുന്നു. 19 ദിവസത്തിന് ശേഷം 1 മാസം വരെ വെറുതെ ഇരുന്നു.
ഇപ്പോൾ ഒരു വെല്ലുവിളി ഒരു പോസ്റ്റുമായി കൊണ്ടുവരുന്നു. ഞാൻ ഇനിയും അതേ ട്രാക്കിലാണ്, ഞാൻ ഇനിയും ചെയ്യും എന്ന് വെല്ലുവിളിക്കുകയാണ്. ചിരിച്ചുകൊണ്ട് കണ്ണടയൊക്കെ വെച്ച് ചിരിച്ച് എല്ലാവരുടെ ഫ്രണ്ടിലും ഒരു എന്താ പറയുക, ഒരു ലഭ്യ ചിരി എന്നൊക്കെ പറയുന്ന ഒരു ആക്കി ചിരി. വാടാ, എത്രയേ ഉള്ളൂ. എന്ത് പറയാൻ എന്ത് പറയാൻ